ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനൂസ് വ്ളോഗ്സ്. അപ്പോൾ എല്ലാവർക്കും അനൂസ് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നത് ചെമ്മീൻ കറിയാണ്. അപ്പോൾ നമുക്ക് ഇത്രയും പെട്ടെന്ന് ചെമ്മീൻ കറിയിലേക്ക് ഇറങ്ങാൻ വലിച്ചു നീട്ടുന്നില്ല. അതിനു മുമ്പ് പറയാനുള്ളതെന്ന് പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എൻ്റെ സംസാരം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സംസാരം ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും കമൻറ്റ് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ വീട്ടിലേക്ക് കിടക്കാം. അപ്പോൾ ചെമ്മീനൊക്കെ നുള്ളിയിട്ട് നല്ല ഫ്രഷ് ആക്കിയിട്ട് കഴുകി വെച്ചിട്ടുണ്ട്. കറിക്ക് ആവശ്യമായ ചെമ്മീൻ എടുത്തിട്ട് അമ്മ തേങ്ങ ചിരകിയിട്ട് തേങ്ങയിൽ മഞ്ഞൾപ്പൊടി ജീരകമൊക്കെ ഇടുക. അതൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ട് എന്നിട്ട് അരക്കുക. അതൊന്നും എടുക്കാൻ ഞാൻ മറന്നുപോയതാണ്. അത് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അതായത് പേസ്റ്റ് പരുവത്തിലാവുന്നവരെ അരക്കണം. അതൊക്കെ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ നന്നായിട്ട് മിക്സിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ടൈം ഞാൻ തുറന്ന് നോക്കിയപ്പം ശരിക്കും ആയില്ല. അപ്പോൾ ഇനി നല്ല കുറച്ച് വെള്ളം പോലെ ആവണമെങ്കിൽ അതിൽ കുറച്ച് ചൂടുവെള്ളം പച്ചവെള്ളം ഏത് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ടും അടച്ച് വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സി ഓണാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ തുറക്കുമ്പോഴത്തേക്ക് നല്ല പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ചട്ടിയിൽ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഒക്കെ മുറിച്ചിടുക. എന്നിട്ട് സ്റ്റൗ ഓണാക്കിയിട്ട് ചട്ടി അടുപ്പത്തേക്ക് വെക്കുക കേട്ടോ. അപ്പം നമ്മൾ നേരെ തന്നെ ചട്ടിയിലേക്ക് മുറിച്ചിട്ടാൽ മതി. അല്ല പ്ലേറ്റിലേക്ക് മുറിച്ചിട്ടിട്ട് പിന്നെ മാറ്റേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ തക്കാളിയും ഉള്ളിയും പച്ചമുളകും ഇട്ടിട്ട് സ്റ്റൗ കുറച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കുറച്ചേ വെളിച്ചെണ്ണ എടുക്കുന്നുള്ളൂ. കുറേ ചെമ്മീനുള്ളതാണെങ്കിൽ കുറച്ച് അധികം ഉള്ളിയും തക്കാളി എടുക്കേണ്ടി വരും. കുറച്ച് ചെമ്മീനുള്ളതാണെങ്കിൽ കുറച്ച് ഉള്ളിയും തക്കാളി എടുത്താൽ മതി. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് കുറച്ച് സമയം കൂടി ഇങ്ങനെ വെക്കാം. അത് കുറച്ച് പിടിക്കണം. അതിൻ്റെ ഒരു രുചി ഇങ്ങനെ അലിഞ്ഞ് വരണം. തക്കാളി ഇങ്ങനെ അലിയണം അല്ലോ, അതിനാണ് നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് കമൻറ്റ് ചെയ്യാൻ പറ്റുന്നതാട്ടോ. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുകളോ തിരുത്തുകളോ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ തിരുത്താം. ഓക്കെ. ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇഞ്ചി നേരത്തെ ഇട്ട് കൊടുക്കും, ഞാൻ പെട്ടെന്ന് വിട്ടുപോയതാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്യുന്ന വീഡിയോ കുറച്ച് ലോങ് ആയെങ്കിലും കുഴപ്പമില്ല. അതാണ് നമുക്ക് വേണ്ടത്, ലോങ് ആവണം. കാരണം ഞാൻ അങ്ങനത്തെ ഇതിലാണല്ലോ എടുത്തത്, അപ്പം ലോങ് ആവണം. പച്ചമുളക് നമുക്ക് നേരിങ്ങനെ അരിഞ്ഞു കൊടുക്കാവുന്നതാണ്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഒരു കയ്യിൽ സെൽഫി സ്റ്റിക്ക് പിടിച്ചുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. സെൽഫി സ്റ്റിക്കാണ് നല്ലത്. വീഡിയോ എടുക്കുമ്പോൾ ഞാൻ സെൽഫി സ്റ്റിക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. മുമ്പൊക്കെ ട്രൈപോഡാണ് ഉപയോഗിക്കുന്നത്, ഇപ്പോൾ സെൽഫി സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. നോർമൽ മൊബൈൽ പിടിക്കുമ്പോൾ നമുക്ക് ഒരു കയ്യിൽ മൊബൈൽ ഒരു കയ്യിൽ സ്പൂൺ മാനേജ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ സെൽഫി സ്റ്റിക്കാണ് ഉപയോഗിക്കുന്നത്. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഞാൻ പറയുന്നതിലും ചെയ്യുന്നതിലും എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കമൻറ്റിലൂടെ പറയാവുന്നതാണ്. അപ്പോൾ ഫസ്റ്റത്തെ അഭ്യർത്ഥന എന്ന് പറയുന്നത് തന്നെ, കാണുന്നവരാണെങ്കിൽ ഒന്ന് കാണുക മാത്രമല്ല കേട്ടോ, ഒന്ന് ലൈക്കും കൂടി അടിക്കണം കേട്ടോ. അതായത് സബ്സ്ക്രൈബ് അടിക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ നമ്മൾ അതിൻ്റെ പൊടികൾ ചേർത്ത് കൊടുക്കണം. ഫസ്റ്റ് ഉപ്പ്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ടവരാണെങ്കിൽ മല്ലിപ്പൊടി ഉപയോഗിക്കാവുന്നതാണോ. മഞ്ഞൾപ്പൊടിയും
പിന്നെ മുളക് പൊടി കാശ്മീരി മുളക്, കളറിന് വേണ്ടി കുറച്ച് കാശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നോർമൽ മുളകും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി മുളക് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാമെന്ന് വേണമെങ്കിൽ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി ഉപയോഗിക്കാതെ കറിയാക്കുന്നവരുണ്ട്. ഇവിടെ മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നല്ല കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. ആ തക്കാളി, ഉള്ളി, പച്ചമുളകൊക്കെ അതിനൊന്ന് പിടിച്ച് വരേണ്ടതല്ലേ. അപ്പം നമുക്ക് നന്നായിട്ട് തന്നെ പിടിച്ച് വരുന്ന രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തവിടെ നമ്മൾ പുളി പീഞ്ഞ വെള്ളം നമുക്കിട്ടിട്ട് ഒന്നും കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. അരുവത്തെ ആ തക്കാളിയും ഉള്ളിയെല്ലാം എടുത്തിട്ട് നമുക്കൊന്നും കൂടി ഒന്നിങ്ങനെ നല്ല റൗണ്ടിൽ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്നും സൈഡിൽ ഇങ്ങോട്ടും ആവരുത്. അത് കഴിഞ്ഞ് നമ്മൾ നല്ല കഴുകി വെച്ച് ഫ്രഷാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ പരുവത്തിൽ, അതായത് നല്ല പരുവത്തിൽ തന്നെ നമുക്ക് ഇളക്കി കൊടുക്കാം. ചെമ്മീനൊക്കെ നല്ല ഉള്ളിൽ പിടിക്കണം, അത് മസാലയിൽ ചെമ്മീൻ പിടിക്കണം. അപ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ചെമ്മീൻ പിടിക്കുന്ന തരത്തിൽ നമുക്ക് ഇത് ഇളക്കി കൊടുത്തിട്ട് എന്ത് ചെയ്യാം, കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാവുന്നതാട്ടോ. എന്നിട്ട് മസാല ഉള്ളിൽ പിടിച്ച് കഴിഞ്ഞാൽ ചെമ്മീന് നല്ല രസം ഉണ്ടാവും. ഇതിലും ചെമ്മീൻ നല്ല രസം ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പച്ചവെള്ളം ചേർത്ത് കൊടുക്കാം. പച്ചവെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തു, അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെമ്മീൻ ചേർത്തു. ഇപ്പോൾ ഇതാ നമ്മൾ പച്ചവെള്ളം കൂടി ചേർത്തിരിക്കുകയാണ് ഒരു ചാറ് കിട്ടാൻ. വറ്റിക്കൊന്നും വേണ്ട, അത്യാവശ്യം വറ്റിക്കണ്ട, എന്നാലും കുറച്ച് വേവണം. അത് നമുക്ക് എന്നിട്ട് നമുക്ക് പൊത്തി വെക്കാം, മൂടി വെക്കാവുന്നതാണ്. അത് മൂടി വെക്കാം. അപ്പോൾ ഞാനിവിടെ മൂടി വെക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച കൂട്ടില്ലേ, ആ കൂട്ട് നമുക്കിവിടെ അടുത്തുതന്നെ എടുത്ത് വെക്കാവുന്നതാണ് കേട്ടോ. ഇതാണ് നല്ല മഞ്ഞൾ രീതിയിൽ വരണം. അതായത് മഞ്ഞളൊക്കെ ഇടുമ്പം തേങ്ങ ജാറിൽ അരച്ച് വെച്ച തേങ്ങ, ഈ കൂട്ട് എങ്ങനെ ഉണ്ടാക്കിയേ, ഞാൻ എൻ്റെ ഒരു രീതി പറയുന്നത് കേട്ടോ. ഉണ്ടാക്കുന്ന കൂട്ട് തേങ്ങ, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ്, കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. എന്നാൽ ഒരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞാൻ ഇത് ഉപയോഗിക്കാത്ത സ്റ്റവ് ആയതുകൊണ്ടാണ് ഞാനിവിടെ അങ്ങനെ ജസ്റ്റ് വെക്കുന്നത്. ഉപയോഗിക്കുകയൊക്കെ ചെയ്യും, പക്ഷെ അത്യാവശ്യം ഉപയോഗിക്കുന്നതാണ്. ചെറുങ്ങനെ ആവത്തുള്ളൂ, കത്തത്തുള്ളൂ, അതാണ്. എന്നിട്ട് നമുക്ക് മൂടി വെക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അരച്ച് വെച്ച കൂട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യണം. അരച്ച് വെച്ച കൂട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടാകുമ്പോൾ നമ്മൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാവുന്നതാണ്. നമുക്ക് കുറച്ച് സമയം പിടിക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ആ കൂട്ടിനെ കുറച്ച് ബാക്കി അംശമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടി അതിൽ ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ കുറച്ച് ചാറ് കൂടുതൽ കിട്ടും. ചാറ് കുറഞ്ഞു പോയെന്ന് ഡൗട്ടുള്ളവർക്കാണെങ്കിൽ നമ്മൾ അരച്ച് വെച്ച കൂട്ടെല്ലാം അതിൽ ഒഴിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ അതിൽ കുറച്ച് കൂട്ടുകൾ ബാക്കി വരുന്നുണ്ടെങ്കിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇങ്ങനെ കുലുക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കുലുക്കേണ്ട, ചെറുങ്ങനെ ആട്ടിയാൽ മതി, നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഏകദേശം കറിയായി വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച്, അതായത് ചാറ് നല്ലോണം വേണം. ചാറില്ലാതിരുന്ന് വറ്റിച്ചതുപോലെ ആവും. വറ്റിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ വറ്റിച്ചാൽ. അങ്ങനെ ഏകദേശം നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട്. കറിയാവുന്നവരൊന്നും എനിക്ക് എടുക്കാൻ ധൃതിയില്ലായിരുന്നു. എന്നാലും ഇപ്പോൾ 9 മിനിറ്റിന് കൂടുതൽ കടന്നു, എന്നാലും കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് ചെമ്മീൻ കറി, കൊതിയൂറും ചെമ്മീൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ കൊതിയൂറും ചെമ്മീൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ കറീൻ്റെ പാകമൊക്കെ നോക്കുമെന്ന് ഞാനാട്ടോ. അപ്പോൾ ഞാൻ പതി ഇങ്ങനെ കാണിക്കാൻ ചെമ്മീൻ കറീൻ്റെ പാകവും ഇതൊക്കെ നോക്കുന്നത് കാണിക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ ഊതിയിട്ട് ഒക്കെ ഇട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഉപ്പും ഇതൊക്കെ ഉണ്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അടിപൊളി ടേസ്റ്റിന് ഞാനിവിടെ കാണിക്കുന്നതാട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ കറി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ടേസ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ആക്കിയപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട കൂട്ടാട്ട് ഇങ്ങനെയാണ് ആക്കിയത്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ആക്കിയപ്പം നല്ല ഇഷ്ടം. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്തതാണെങ്കിലും ആക്കിയപ്പോൾ എനിക്ക് നല്ല ടേസ്റ്റ് തോന്നി. സാധാരണ ഞാൻ ചോറ് മുഴുവൻ തിന്നാത്ത ആളാണ്, പക്ഷേ ഇന്ന് ഞാൻ ചോറ് മുഴുവൻ കഴിച്ചു അന്നാക്കിയപ്പോൾ. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബൈ.